ആൺസുഹൃത്തിനൊപ്പം 12 വയസ്സുകാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന കേസിൽ യൂട്യൂബറും സിവിൽ സപ്ലൈസ് മുൻ ഉദ്യോഗസ്ഥയുമായ അനുപമ എം ആചാരി ദിവസങ്ങൾക്ക് മുൻപാണ് അറസ്റ്റിലാകുന്നത്. മകന്റെ പരാതിയിൽ കേസെടുത്ത എളമക്കര പോലീസാണ് അനുപമയെയും ആൺസുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോഴിതാ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അനുപമ. 12 വയസ്സുകാരനായ മകനെ ഉപദ്രവിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും മുൻ ഭർത്താവിന്റെ കള്ളക്കഥയാണ് ഇതിന് പിന്നിലെന്നുമാണ് യുവതിയുടെ വിശദീകരണം. ഫേസ്ബുക്ക് പോസ്റ്റിൽ മുൻ ഭർത്താവിനെതിരെ ശക്തമായ വിമർശനം കൂടി അനുപമ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നന്മമരമെന്ന ഭർത്താവിനെ വിശേഷിപ്പിച്ച അനുപമ മുൻപ് കോടതിയിൽ വെച്ച് കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞ ആളാണ് അയാളെന്നും യുവതി പറയുന്നു. 6 വർഷക്കാലം യാതൊരുവിധ ജീവനാംശമോ ചെലവുകളോ വാങ്ങാതെയാണ് താൻ മകനെ ഒറ്റയ്ക്ക് വളർത്തിയത്. പലപ്പോഴും ജോലിയില്ലാത്ത ഭർത്താവിനെയും മകനെയും സംരക്ഷിക്കാൻ ജോലിക്ക് പോയിരുന്നു. വന്ന് കിടന്നുറങ്ങട എന്ന് പറഞ്ഞ് കയ്യോങ്ങിയപ്പോൾ ഉണ്ടായ പോറലിൽ കലാമിൻ ലോഷൻ തേച്ച് മുൻ ഭർത്താവ് മെനഞ്ഞ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും അനുപമ പറയുന്നു. കേസും പ്രശ്നവും കാരണം ജോലി നഷ്ടമായെന്നും മകനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് ചെലവിന് നൽകണമെന്നും യുവതി ആവശ്യപ്പെടുന്നുണ്ട്. മകന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം ആവശ്യപ്പെട്ടപ്പോൾ മുൻ ഭർത്താവ് നിഷേധിച്ചുവെന്നും ഇതോടെ കുട്ടിയുടെ സമ്മതത്തോടെ കഴിഞ്ഞ ഏപ്രിലിൽ താൻ കേസ് കൊടുത്തുവെന്നും നിലവിലെ സംഭവങ്ങൾ വൈരാഗ്യം തീർത്തതാണ് എന്നുമാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ചിലവിന് പണം നൽകാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും സർജറി കഴിഞ്ഞ മെഡിക്കൽ ലീവിൽ വിശ്രമിക്കുമ്പോൾ കാമുകന്റെ കൂടെ കിടന്ന കൊച്ചിനെ മാന്തേണ്ട കാര്യം തനിക്കില്ല എന്നും ഇവർ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളം പോലൊരു നഗരത്തിൽ പണം കൊടുത്താൽ പോയി എൻജോയ് ചെയ്യാൻ നിരവധി സ്ഥലങ്ങളുണ്ടെന്നും കൊച്ചിനെയും കൊണ്ട് നടന്ന് സെക്സ് ആസ്വദിക്കേണ്ട ഗതികേട് തനിക്ക് ഇല്ല എന്നും അവർ പറയുന്നുണ്ട്. 6 വർഷം മുൻപ് ബന്ധം പിരിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച സ്ത്രീയാണ് ഞാൻ. പ്രസവിച്ച ഉടനെ കൊന്നുകളയാതിരുന്നതാണോ താൻ ചെയ്ത തെറ്റ് എന്നും ഇവർ പറയുന്നു. കൂടാതെ മകന്റെ കൗമാര പ്രശ്നങ്ങളെക്കുറിച്ചും യുവതി കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മകന്റെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാരണം തേവരയിലെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ ഇവന് അമ്മയോട് ഒബ്സഷനാണ്, അമ്മയുടെ മെയിൽ പാർട്ട്ണറാണ് ഇവന്റെ പ്രശ്നമെന്നാണ് അന്ന് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് തന്റെ പങ്കാളിയെ പറഞ്ഞുവിട്ടത് തെറ്റായിപ്പോയി എന്നും ഇവർ പറയുന്നു. മകനിപ്പോൾ അമ്മ ആരോട് മിണ്ടണം, ആരുടെ കൂടെ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന നിലയിലേക്ക് വളർന്നുവെന്നും ഐഫോൺ വാങ്ങി നൽകിയില്ലെങ്കിൽ അമ്മയെ ജയിലിൽ കയറ്റാനൊക്കെ പ്ലാനുകൾ ചെയ്യുന്ന മിടുക്കനായി അവൻ മാറിയെന്നും ഇവർ പറയുന്നു. സർജറി കഴിഞ്ഞു കിടന്ന തന്നെയും പങ്കാളിയെയും ഒരു മുറിയിലും മാതാപിതാക്കളെ മറ്റൊരു മുറിയിലും പൂട്ടിയിട്ട ഒരു സൈക്കോയെ പോലെ മകൻ ഹാളിലിരുന്നപ്പോൾ വാതിൽ പൊളിച്ചാണ് അന്ന് പുറത്തു വന്നത്. അന്ന് ജുവനൈൽ ഹോമിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നും ഇവർ പറയുന്നു. പക്ഷേ അത് ചെയ്തില്ല. സമൂഹം ചാർത്തിത്തന്ന അമ്മ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുലസ്ത്രീ കളിച്ച് നടന്നു. ഈ കഴിഞ്ഞ ഏപ്രിലിൽ മുൻ ഭർത്താവ് മറ്റൊരാളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ ഇത്രയും മാസമായിട്ടും കുട്ടിയെ കൊണ്ടുപോകാനോ തിരിഞ്ഞു നോക്കാനോ പോലും അയാൾ തയ്യാറായില്ല എന്നും ഇവർ പറയുന്നു. മകന്റെ പെരുമാറ്റം കാരണം പ്രിൻസിപ്പൽ, ടീച്ചർ, സെക്യൂരിറ്റി തുടങ്ങിയവർ നിരന്തരം വിളിച്ചപ്പോൾ പോലും കുട്ടിയെ കാക്കനാട് ഫ്ളാറ്റിലേക്ക് വിടാതിരുന്നത് താൻ ചെയ്ത തെറ്റായി എന്നും ഇവർ പറയുന്നു. സർവം സഹയായ അമ്മയുടെ റോളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ലെന്നും താൻ അതിജീവിതയാണെന്നും മുൻ ഭർത്താവിന്റെയും യൂട്യൂബർമാരുടെയും വിനോദങ്ങളെ അതിജീവിച്ച് തന്നെ തോൽപ്പിക്കാനാവില്ല എന്നും അനുപമ പറയുന്നുണ്ട്. കഴിഞ്ഞ നവംബർ 15-നാണ് 12 വയസ്സുകാരനായ മകനെ മർദ്ദിച്ച പരാതിയിൽ അനുപമയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അമ്മ ആൺസുഹൃത്തിനോടൊപ്പം കഴിയുന്നത് എതിർത്തതോടെയാണ് 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത് എന്നായിരുന്നു കേസ്. അമ്മയുടെ ആൺസുഹൃത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തിയ ശേഷം തന്നെ മർദ്ദിച്ചു എന്നാണ് 7ാം ക്ലാസ്സുകാരൻ മൊഴി നൽകിയിരുന്നത്.